everyone, welcome to Malayali Maples YouTube channel. So, ഇന്ന് നമ്മളിവിടെ ചെയ്യുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. സോ DJI Mini 5 Proയുടെ ഒരു ഡ്രോൺ ആണ് നമ്മൾ ഇന്ന് ഇവിടെ അൺബോക്സ് ചെയ്യുന്നത്. ഈ ഡ്രോണിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കഴിഞ്ഞ വേർഷനെ വെച്ച് നോക്കുമ്പോൾ ഇത് 1 ഇഞ്ച് സെൻസറാണ്. 1 ഇഞ്ച് സെൻസറാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് അറിയാം, 1 ഇഞ്ച് കിട്ടുമ്പോൾ കൂടുതൽ ലോ ലൈറ്റ് പെർഫോമൻസ് നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ട്രൂ വെർട്ടിക്കൽ ഷൂട്ടിംഗ് ഉണ്ട്. അതെനിക്കൊന്ന് മിനി 4 ഉണ്ടായിരുന്നു. പക്ഷേ ഇത് 225 ഡിഗ്രി ഗിംബൽ റൊട്ടേഷനും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഒരു എക്സ്ക്ലൂസീവ് ഇതാണ്, ഒരു അഡീഷനാണ് ഈ മിനി സീരീസിലെ. അതായത് ഇപ്പം നമുക്കറിയാം, ഇപ്പം മിക്കവരും നമ്മൾ യൂസ് ചെയ്യുന്നത് ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെയാണ്. അപ്പം ട്രൂ വെർട്ടിക്കലിൻ്റെ കൂടെ ഒരു ഗിംബൽ റൊട്ടേഷനും കൂടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുട്ടേജസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം എന്തുകൊണ്ടും ഇത് എനിക്ക് തോന്നുന്നു, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ഒരു വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ബിക്കോസ് ഇത്തരം 1 ഇഞ്ച് സെൻസറും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ, അതോടൊപ്പം തന്നെ ഇതിനകത്ത് ടെലിസൂമും ഉണ്ട്. 48mm ഒരു ടെലിസൂം ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഒപ്റ്റിക്കൽ സൂം ആയിരിക്കില്ല, ഓഫ് കോഴ്സ് ഒപ്റ്റിക്കൽ ആയിരിക്കില്ല, മിക്കവാറും ക്രോപ്ഡ് ആയിട്ട് തന്നെയുള്ള സൂം ആയിരിക്കും. എന്നിരുന്നാൽ പോലും എല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ പണ്ട് നമുക്ക് മാവിക്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീച്ചേഴ്സാണ് ഇപ്പം മിനിയിലേക്ക് വന്നേക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അൺബോക്സിങ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിങ്ങനെ തുറക്കുക. ഇതിൻ്റെ റാപ്പ് നമുക്കെടുക്കാം. റാപ്പ് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ തുറക്കാം. അതാണ് പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ചാർജറാണ്. ചാർജർ വിത്ത് 3 ബാറ്ററീസ്. ബാറ്ററി നമുക്കറിയാം, മൊത്തം 4 ബാറ്ററിയാണുള്ളത്. 3 എണ്ണം നമുക്ക് എക്സ്ട്രയും, 1 ഡ്രോണിൽ തന്നെ കാണുമായിരിക്കും. അപ്പം ഇത് ചാർജർ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചാർജറാണ്. നമുക്കിവിടെ സി ടൈപ്പ് കേബിൾ കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ഓരോ ബാറ്ററിയുടെ ഹെൽത്ത് നമുക്കിവിടെ അറിയാൻ പറ്റും. സോ ഇതെനിക്കൊന്നും നമ്മൾ ഇതിന് മുന്നേ കണ്ടുള്ള ഇത് തന്നെയാണ്. നല്ല ക്വാളിറ്റിയാണ്, നല്ല സ്റ്റേഡി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. പ്ലാസ്റ്റിക് ആണ്, എന്നാൽ പോലും വളരെ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. സോ ഇനി ഇത് എനിക്ക് തോന്നുന്നു പ്രൊപ്പല്ലേഴ്സാണ്. അഡീഷണൽ പ്രൊപ്പല്ലേഴ്സാണ്. അപ്പോൾ അതായത് നമുക്ക് അഡീഷണലായിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് 5 പ്രൊപ്പല്ലറാണെന്ന് തോന്നുന്നത്. 5 പ്രൊപ്പല്ലേഴ്സ് നമുക്ക് അഡീഷണലായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഡയഗണലായിട്ട് കാണുന്ന ഈ സൈഡിലാണ് നമുക്കിത് വെക്കാൻ പറ്റുന്നത്. 5 എണ്ണം ഉണ്ട്. ഇറ്റ് ഈസ് ഗുഡ്. അപ്പം മൊത്തം കൂടെ നമുക്ക് ഏകദേശം 10 എണ്ണമുണ്ട്. ഇനി നമ്മൾ മെയിൻ സാധനങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡ്രോൺ, ഐ തിങ്ക് ഇത് നമ്മുടെ RC റിമോട്ട് ആവാനാണ് സാധ്യത. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇത് RC2 റിമോട്ടാണ്. ഒരു 5.5 ഇഞ്ച് സ്ക്രീനോടൊക്കെ ഉൾപ്പെടെയുള്ളൊരു റിമോട്ടാണ്. നമുക്ക് തുറന്ന് നോക്കാം. നൈസ്. നല്ല ഗ്രിപ്പുണ്ട്. പിന്നെ നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. അതിൻ്റെ ജോയ്സ്റ്റിക്ക് നമുക്ക് ഇവിടെ കാണാം. പിന്നെ റെക്കോർഡ് ബട്ടണുണ്ട്. പിന്നെ ക്വിക്ക് സ്നാപ്ഷോട്ട് ബട്ടണുണ്ട്. കൊള്ളാം. നല്ല ഒരു ഇതുണ്ട്. നല്ല പറഞ്ഞ പോലെ നല്ലൊരു ഗ്രിപ്പുണ്ട്. ലൈക്ക് ഒട്ടും വഴുതി പോകത്തില്ല, നമ്മുടെ കൈ തന്നെ ഇരിക്കണ പോലെ നല്ല ഫീൽ ഉണ്ട്. പിന്നെ ഇത് ഹോം ബട്ടണാണെന്ന് തോന്നുന്നു. റിട്ടേൺ ടു ഹോം ബട്ടൺ, പിന്നെ പോസ് ബട്ടൺ, പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി ഒരു ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. നല്ല ഹാർഡ് പ്ലാസ്റ്റിക്കാണിത്. അപ്പം നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഒരു ഗ്രിപ്പാണ്. ഇതൊരു റബ്ബർ ഗ്രിപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ല ഇത് വരുന്നുണ്ട്. അപ്പം ഇതാണ് റിമോട്ട്. അപ്പം നാളെ നമുക്കിത് അൺബോക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫീൽഡിൽ പോയിട്ട് അത് പറത്തിയിട്ട് നമുക്കിതിൻ്റെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിവ്യൂ എടുക്കാം. ഓക്കെ, പിന്നെ ബോക്സിൻ്റെ അകത്തുള്ളത് ഓഫ് കോഴ്സ് DJIയുടെ യൂഷ്വൽ ആയിട്ടുള്ള, നമുക്കറിയാം DJIയുടെ സ്റ്റിക്കർ ഉണ്ട്. ഗിംബലിലും ഒക്കെ നമുക്ക് കിട്ടുന്ന സ്റ്റിക്കേഴ്സാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ
ഇത് ക്വിക്ക് സ്റ്റാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ്. പിന്നെ ഇതിൻ്റെ സേഫ്റ്റി ഗൈഡ് ലൈൻസ്, ഇതിൻ്റെ കുറച്ചും കൂടെ ഡീപ്പറായിട്ടുള്ള കാര്യങ്ങൾ. യൂഷ്വലായിട്ടുള്ള ടിപ്പിക്കൽ സാധനങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിലുള്ളത് കേബിളാണ്, സി ടൈപ്പ് കേബിളാണ്. എനിക്ക് തോന്നുന്നു ഈ കേബിൾ തന്നെ ആയിരിക്കണം ഇതിനും ചാർജറിനും അതോടൊപ്പം തന്നെ RC കൺട്രോളറിനും എല്ലാം ഈ സെയിം കേബിൾ തന്നെ ആയിരിക്കും. യെസ്, സെയിം കേബിൾ തന്നെയാണ്. നൗ മൂവിങ് ഓൺ ടു ദ മെയിൻ പാർട്ട്. എന്താണ് ഡ്രോൺ. അപ്പം ഇതും പ്ലാസ്റ്റിക്കിൻ്റെ അകത്താണ്. അതിൻ്റെ ഒരു എടുത്തിട്ട് നമുക്കിനി ഇതിൻ്റെ വെയിറ്റ് നോക്കേണ്ടതായിട്ടുണ്ട്. ഇത് എത്ര വരുമെന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ. അപ്പോൾ എനിക്കൊന്ന് ബാറ്ററി ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ അതാണ്, ഇതിൽ ഒരു ബാറ്ററി ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇതിൻ്റെ ലിഡാർ സെൻസേഴ്സ് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഇതിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. 81 dB. എനിക്ക് അതിൻ്റെ നോയ്സ് ഇതാണെന്ന് തോന്നുന്നു 81 dB എന്നുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ നമുക്ക് ഇത് ഇങ്ങനെയും ചാർജ് ചെയ്യാൻ പറ്റും, ബാറ്ററി ഇതുമായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെയാണ് ഈ സി ടൈപ്പ് കേബിൾ. പിന്നെ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട്, പിന്നെ പവർ ബട്ടൺ. ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാം സെയിം തന്നെയാണ് എനിക്ക് തോന്നുന്നു. പിന്നെ വ്യത്യാസം വരുന്നത് ലെൻസ്, ഇതിൽ വരുന്നത് ക്യാമറയിൽ വരുന്നത് 1 inch എന്ന് അവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പർച്ചറുണ്ട് 1.8 f1.8ഉം പിന്നെ 24 എന്ന് എനിക്ക് തോന്നുന്നു 24 mm അതിൻ്റെ ലെൻസിൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ Mini5 Proയുടെ ബ്രാൻഡിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഒരു രസമുണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, കയ്യിൽ നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ആക്ച്വൽ വെയിറ്റ് നമ്മൾ നോക്കിയാലേ അറിയുള്ളൂ. ഇത് 249 grams താഴെയാണെങ്കിൽ നമുക്കിത് മൈക്രോഡ്രോൺ കാറ്റഗറിയിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ വെയിറ്റ് നോക്കാം. ഇതാണ് ഇതിൻ്റെ വെയിറ്റായിട്ട് എനിക്ക് കാണിക്കുന്നത്. 244 grams ആണ്. അപ്പം എനിക്ക് തോന്നുന്നു 244 grams ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ലൈസൻസിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ചിലവർക്ക് ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ പോലെ 254 grams 255 grams ഒക്കെ കാണിക്കുന്നതായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമുക്ക് 249 grams കൂടുതൽ ആവുന്നില്ല. ഇപ്പോൾ ആസ് ഓഫ് നൗ ഇത് 249 grams മണ്ടയ്ക്ക് വരുന്നില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ ബാറ്ററി ഇട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മൾ ND ഫിൽറ്ററും ബാറ്ററി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് ND ഫിൽറ്ററും കൂടെ ഒക്കെ വരുമ്പോൾ ഇത് ഓഫ് കോഴ്സ് ഇത് 249 grams മുകളിൽ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിതിൽ നമുക്ക് മിക്കതായിട്ടും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതായിട്ട് വരും. അപ്പം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം മെമ്മറി കാർഡും ഇതും ഇല്ലാതെ അറൗണ്ട് 246 grams ആണ് എനിക്ക് കിട്ടിയ വെയിറ്റ് ഡ്രോണിൻ്റെത്. അപ്പം തീർച്ചയായിട്ടും ബിലോ 249 gram ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒപ്പം സപ്പോർട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് വൺ.